ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ വീട്ടിലൊരു ചെറിയ വിശേഷം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ എല്ലാ കസിൻസും വന്നിട്ടുണ്ട്. കുറേ നാളെന്ന് പറയുമ്പോഴത്തേനും ഒരുപാടൊന്നും ആയിട്ടില്ല. എൻ്റെ കല്യാണം നടന്നത് 2020 ആ കൊറോണയുടെ പീക്ക് ടൈമിലായിരുന്നു ഞങ്ങളെ കല്യാണം. അപ്പോഴത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, ഒരു 50 പേര് വെച്ചുള്ള കല്യാണം. അതുകൊണ്ട് നല്ലപോലെ നമുക്കൊന്നും ആഘോഷിക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ ആകെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സാധാ കല്യാണം നടത്തുന്ന ചിലവും നമുക്ക് വരില്ലായിരുന്നു. അന്ന് നമ്മൾ ചെയ്യാൻ പെൻഡിങ് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്യുന്നത് നമ്മളെ കസിൻസിൻ്റെയൊക്കെ കല്യാണം വരുമ്പോഴാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ സ്വന്തം അനിയത്തിയുടെ എൻഗേജ്മെൻറ്റാണ് നാളെ. അപ്പം നമ്മളെ വീട്ടുകാരെല്ലാം നേരത്തെ തന്നെ ഹാജരായിട്ടുണ്ട്. ഒരു സൈഡിൽ ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് നടക്കാം കേട്ടോ. ഇത് നമ്മളെ ബാലുക്കുട്ടൻ, ഇത് നമ്മളെ അച്ചാമ്മ നമ്മളെ വഴക്ക് പറയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങും പിള്ളേരെന്ന് പറഞ്ഞിട്ട്. എവിടുന്ന് ഇതിൻ്റെയൊക്കെ ലക്ഷണം കണ്ടിട്ട് ഇന്ന് അങ്ങനെ ഉറങ്ങാനുള്ള വല്ല പ്ലാനും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എൻഗേജ്മെൻറ്റിന് നമ്മളെ ചെക്കൻ വരുമ്പോഴത്തേന് ചെറിയൊരു ഡാൻസ് കളിച്ചിട്ട് ഒരു റോസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അക്കും അവിടെ ചെറിയ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പാട്ടിട്ടപ്പോഴത്തേനും നമ്മളെ കൊച്ചച്ഛൻ്റെ മോളുണ്ട്, അവർക്കും ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവളും തകർത്ത് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനിടയ്ക്കൂടെ നമ്മളെ കല്യാണ ചെറുക്കൻ വിളിച്ചു കേട്ടോ. ആള് കുറേ നേരം നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചു. പിന്നെ ഈ ഡാൻസ് കളിക്കുന്നതൊക്കെ ആളുടെ അടുത്ത് പറയാതെ സർപ്രൈസ് ആക്കി വെച്ചേക്കായിരുന്നു. എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ഡാൻസ് അറിയാവുന്ന 2 പേര്. അത് ഈ കുടുംബത്തിൽ ശാലുമോളും മീനുമാണ് കേട്ടോ. അവർ 2 പേരുമാണ് അക്കുവിനെ ഫുള്ള് പ്രാക്ടീസ് ചെയ്ത് ഫുൾ പഠിപ്പിച്ചത്. ഇതിലൊന്നും പെടാതെ ഒരാൾ അവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കുടുംബത്തിലെ വേറൊരു യൂട്യൂബറാണ് കേട്ടോ, ആർട്ടിസ്റ്റിക് ഗന്ധർവൻ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വരപ്പൂത്ത് പരിപാടികളുണ്ടെങ്കിൽ ഗന്ധർവനെ ഏൽപ്പിച്ചാൽ മതി. ഡാൻസ് പ്രാക്ടീസുകാരെല്ലാം പോയപ്പോഴത്തേന് സ്പീക്കറിൽ ഞങ്ങൾ കുറച്ച് പാട്ടിട്ടിട്ട് ഞാനും ഉണ്ണിമോളും കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അവിടെ കിടന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് എന്നെ വിളിക്കാതെ പോയേക്കുന്നു. വീട്ടിൽ ബാക്കി എല്ലാവരും കഴിച്ചായിരുന്നു. ഇനി കഴിക്കാനുള്ള ഞങ്ങൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കനും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുവിധം കഴിയാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ വേണ്ടി ആ ചട്ടിക്കകത്തിട്ട് ഇളക്കിയിട്ട് അതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറേ കൊതിഞ്ഞോണയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്ന് കൈയിട്ടൊക്കെ വരി കഴിക്കുന്നതിൻ്റെ ഒരു വൈബ് അത് വേറെ തന്നെ കേട്ടോ. ഇപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കിട്ടാറുള്ളൂ. ബാക്കിയുള്ള സമയമൊന്നും ആർക്ക് സമയമില്ലല്ലോ. എല്ലാവരും പഠിക്കാനും മറ്റുമൊക്കെ ആയിട്ടും ഓരോ തിരക്കായിട്ടങ്ങ് പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഉള്ള ടൈമെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കാറുണ്ട്. എത്ര ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയങ്കര ഡീസൻറ്റാണ്. അതുവരെ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്ന ടീംസ് എന്ത് ഡീസൻ്റായിട്ടായിരുന്നു ഫുഡ് കഴിക്കുന്നത് നോക്കിയേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആർക്കും ഉറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല, നേരെ ചീട്ടും എടുത്തങ്ങ് ഇരുന്ന് കേട്ടോ. ഇവിടെ ചെറുത് മുതൽ വലുത് വരെ എല്ലാവർക്കും നല്ലപോലെ ചീട്ട് കളിക്കാൻ അറിയാം. പക്ഷെ റമ്മിയൊന്നും കളിക്കാനൊന്നും നമുക്കൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഇതിൽ കുറേ പേർക്കൊക്കെ റമ്മി കളിക്കാൻ അറിയാം. നമ്മൾ പിന്നെ കഴുതയിലങ്ങ് ഒതുക്കും, അതാകുമ്പോഴത്തേനും എളുപ്പമുണ്ടല്ലോ. പിന്നെ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 1-2 റൗണ്ടിലൊന്നും നിർത്തത്തില്ല. ഒരു 10-12 റൗണ്ട് ഒരാൾ തന്നെ ചിലപ്പോൾ ഒരു 3-4 വട്ടമൊക്കെ കഴുതയൊക്കെ വിളിക്കേണ്ടി വരും. പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോഴത്തേനും കഴുത വിളിക്കാനും ഒരു രസമല്ലേ. കഴുതകളി കഴിഞ്ഞിട്ടും ചീട്ട് വെച്ചിട്ട് നമ്മൾ കുറേ ഗെയിമുകളെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് തോക്കുന്നൊരു കഴുത വിളിക്കണമെന്നായിരുന്നു. ഏറ്റവും കൂടുതൽ കഴുതയായത് നമ്മളെ ബാലുക്കുട്ടനായിരുന്നു കേട്ടോ, പാവം. ചീട്ട് വെച്ച് ഏതൊക്കെ ഗെയിം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അവസാനം കഴുത മൊത്തം ബാലുമോനായിരുന്നു. അടുപ്പിച്ച് 2-3 വട്ടം കഴുതയായപ്പോഴത്തേന് ചെറുക്കൻ കളി നിർത്തി പോയ കേട്ടോ. ഓരോരുത്തരും തോപ്പിച്ചിട്ട് കഴുത വിളിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആവേശം ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റ്. അപ്പോൾ അക്കുവിൻ്റെ കയ്യിലെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൈ അവിടെ ഒഴിഞ്ഞിരിപ്പുണ്ട്. അവിടെ എല്ലാം ഇട്ടുതരേണ്ട മനീഷയാണ്. അപ്പോൾ കഴുതാളിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കിടന്നപ്പോഴത്തേനും 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ആ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ കിടന്നിരുന്നത്. ആർക്കും ഉറങ്ങാൻ ഉദ്ദേശമൊന്നുമില്ല. ഇനി കുറേ നേരം ഫോണിലൊക്കെ കുത്തി കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇനി ഉറങ്ങാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയപ്പോഴത്തേനും ഉണ്ണിമോൾ അവിടെ മെഹന്തി ഇടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി എന്തായാലും കാളരാത്രിയാണ്. അപ്പോൾ ബാക്കി വിശേഷമല്ല അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.